കൂട്ടുകാരെ ചായയൊക്കെ കുടിച്ചോ? എൻ്റെ ജീവിതകാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. പണ്ട് ഞങ്ങളൊക്കെ വളർന്നത് എങ്ങനെയാണെന്നറിയാവോ? ഞാൻ വളർന്നതെന്ന് വെച്ചാൽ പണ്ടാണെങ്കിൽ ദുഃഖത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. എൻ്റെ അമ്മ പിന്നെ ഓലമുടയാൻ പോയും വീട്ടുജോലിക്ക് പോയും അരി ഇടിക്കാൻ പോയും ഒക്കെ ഞങ്ങൾ വളർന്നത്. അന്നേരം എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ പോകുമായിരുന്നു. ഓലമുടഞ്ഞ് പാകി ഇട്ട് കൊടുക്കാൻ പോകുമായിരുന്നു. ഓലമുടയാൻ പോകുമ്പോൾ ഞാൻ പാകി ഇട്ട് കൊടുക്കാൻ പോയി. എന്തോരാ പോകുന്നതെന്നറിയാവോ? ആ ക്രിസ്ത്യാനിയുടെ വീട്ടിലൊക്കെ എൻ്റെ അമ്മ ജോലിക്ക് പോകുന്നത്. പോകുമ്പോൾ അവിടുന്ന് ഒരപ്പം കൊടുക്കും, അമ്മയ്ക്ക് ഒരപ്പവും ചായയും കൊടുക്കും. അത് അമ്മ എനിക്ക് തരും. അത് കഴിച്ചുകൊണ്ടൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ വീട്ടിൽ വന്നിട്ട് ഞാൻ പള്ളിക്കുടുത്തി പോകുന്നതൊക്കെ. ഞങ്ങൾക്ക് ഇടാൻ ഒരു തുണിയൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും അമ്മ ജോലിക്കൊക്കെ പോകുന്ന വീട്ടിൽ നിന്ന് അമ്മ പഴയ തുണികളൊക്കെ കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പഴയ തുണി ഇട്ട് തന്നെ ഞങ്ങൾ വളർന്നത്. പിന്നെ ഇപ്പോഴും എൻ്റെ ജീവിതം ദുഃഖത്തിൽ തന്നെ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വീടൊന്നുമില്ല. പിന്നെ ഇപ്പോഴും ആരെങ്കിലും ഒരു പഴയ തുണി തന്നാൽ ഞാനത് വേണ്ടാന്ന് പറയത്തില്ല. അത് ഞാൻ മേടിച്ചിടും. പണ്ടത്തെ ജീവിതം നമ്മൾ മറക്കരുത് ഒരിക്കലും. നമ്മൾ എപ്പോഴായാലും നമുക്കിപ്പോൾ എന്തെങ്കിലും സ്വത്തുക്കൾ ഉണ്ടായാലും നമ്മൾ പണ്ടത്തെ ജീവിതം നമ്മൾ മറക്കരുത്. ഞാൻ ഇപ്പോഴും പണ്ടത്തെ ജീവിതങ്ങളെല്ലാം ഓർക്കും. ഇപ്പോഴും എനിക്ക് ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇപ്പം അന്നന്ന് കൊണ്ടുവന്ന് ജീവിക്കുന്ന വീട്ടുകാരുണ്ട്. അന്നന്ന് ജോലി ചെയ്ത് കൂലിപ്പണി കൊണ്ടുവന്ന് ജീവിക്കുന്ന വീട്ടുകാരുണ്ട്. എൻ്റെ വീട് ഞാൻ അങ്ങനെ തന്നെ. അന്നന്ന് ഞാനും എൻ്റെ ചേട്ടനും പോയി ജോലിക്ക് പോയി അന്നന്ന് കൊണ്ടുവന്നാൽ കഴിയുന്നത്. ഞാൻ കല്ല് ചമക്കാനും കോൺക്രീറ്റിനും വീട്ടുജോലിക്കും പിന്നെ റബ്ബറും കാടെടുക്കാനും എല്ലാ ജോലിക്കും ഞാൻ പോകുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ അന്നേരം ഓർക്കുന്നുണ്ട്, ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ ഒരു പേനായിക്കാട്ടെ പെൻസിലിനാട്ടെ ഒരു ബുക്കിനാട്ടെ ഒരു തുണിക്കാട്ടെ ആഹാരത്തിനാട്ടെ ഒന്നും ഒരു കുറവില്ല. ആ സമയം പണ്ട് അങ്ങനല്ലായിരുന്നു. അതൊന്നും ഇപ്പം ആരും മനസ്സിലാക്കുന്നില്ല. പിള്ളേരായാലും വലിയ ആൾക്കാരായാലും അതൊന്നും മനസ്സിലാക്കുന്നില്ല. ഞാൻ പണ്ടത്തെ ജീവിതം എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ളു എനിക്ക് എൻ്റെ കൂട്ടുകാരെ പറയാനുള്ള. അല്ലാതെ ഞാനിത് പറയുന്നെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പണ്ടത്തെ ജീവിതങ്ങളൊക്കെ പറയുന്നെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അത് ഒരിക്കലും മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇപ്പം എൻ്റെ കൂട്ടുകാരോടൊക്കെ ഇത് പറയുന്നത്.